നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് പറഞ്ഞതാ. മാണിക്യമംഗലം കൈ വന്ന് ചേർന്നിട്ട് പോലും അവിടെ കാലുകുത്താൻ കഴിയാതെ പോയത് മോള് മറന്നുപോയി. എവള് നമ്മളെ പൂട്ടിക്കളെ. അവള് മനസ്സിലെന്തോ കാണുന്നുണ്ട്. അവള് കണ്ടോട്ടെ നമ്പിച്ച. നാട്ടിലും വിദേശത്തുള്ള ഡോക്ടർമാര് മുഴുവനും കൈയൊഴിഞ്ഞ കേസാ. നടത്തിച്ച് കാണിക്കാന്നൊക്കെ ഇവള് പറയുന്നത്. പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ 2 കാലുകൾ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാര് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ദൈവത്തെ ഭജിച്ച് അത്ഭുതം കാട്ടിക്കളയാന്നാ ഈ പൊട്ടി കരുതുന്നത്. നിങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാണോ? എങ്കിൽ മുഹൂർത്തം കുറിച്ചോളൂ. ചേച്ചിക്ക് ഒരു തടസ്സമില്ല. എന്ത് കണ്ടിട്ട് പ്രഭ ഈ കുട്ടി ഇങ്ങനൊരു വെല്ലുവിളി നടത്തുന്നത്? കഷ്ടം. പ്രഭാചന്ദ്രൻ പോലും ഈ പോഴത്തരം കേട്ട് മിഴിച്ചു നിൽക്ക. അമ്മുവിന്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതാദ്യം പറയണം. ശ്രീകുട്ടി സഞ്ജുവായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണ. മമ്മിയല്ല, ഞാനാ അതിന് മറുപടി പറയേണ്ടത്. ഇതിനൊക്കെ എന്തിനാ മോള് മറുപടി പറയാൻ പോകുന്നത്? ഇവിടെ ഉള്ളവർക്കോ വകതിരിവില്ല. മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് വന്ന് ഒരു പെണ്ണ്, അതും ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ, ഈ വീട്ടുപണിക്കാരിക്ക് മോളെന്തിന് കാതു കൊടുക്കണം? മോള് ചന്ദ്രവർമ്മയുടെ മകൾ. ആ ബോധം മനസ്സിലുണ്ടാകണം. ചന്ദ്രവർമ്മയുടെ മകളെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതല്ലോ നമ്പീശ സാറേ. ആട്ടി ഇറക്കി വിട്ടിട്ടും വലിഞ്ഞു കയറി വന്നതല്ലേ. കാരണവരെ, ഈ പെണ്ണിനെ നിലയ്ക്ക് നിർത്തണം. കുറച്ചു നേരമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാ അടുക്കള പണിക്കാരി എന്ന ആക്ഷേപം. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ അടിച്ച് പല്ലിയാൻ കൊഴിക്കും. ഇവളെ എന്റെ മോളാ, പ്രഭാചന്ദ്രന്റെ മോള്. മുഹൂർത്തമോ വിവാഹമോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. അമ്മോ വാ, നമുക്ക് പോവാം. എനിക്ക് മറുപടി കിട്ടാതെ ഞാൻ ഇവിടുന്ന് ചലിക്കില്ല അച്ഛാ. സ്വാതി, നീ നടത്തിച്ചു കാണിക്കും. എന്റെ സഞ്ജുവിന്റെ വിവാഹത്തിന് മുൻപ് നിനക്കതിന് കഴിഞ്ഞ സഞ്ജുവുമായുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറാം. ഇത് സഞ്ജനയുടെ വാക്ക്. നിനക്കതുപോലെ. നീ ഇത് പാലിച്ച നീ നല്ലൊരു പെണ്ണാണെന്ന് ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.